ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പൊ നടന്ന ആ ഒരു തുടക്കം, രാവിലത്തെ തുടക്കം, സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ സ്റ്റാൻഡേർഡിന് ചേർന്ന ഒരു വഴക്കല്ലായിരുന്നു എന്നത് ലൈവ് ഓണാക്കി അത് കണ്ടുകൊണ്ടിരുന്നവർക്ക് മനസ്സിലാവും. വെറും തീട്ട വർത്താനമാണ് ജിൻഡോയും സിജോയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രൊവോക്കിംഗ് ഒക്കെ ആവാം, പക്ഷെ ഇങ്ങനെ ഇത്രയും താഴ്ന്ന രീതിയിൽ സംസാരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവര് പറഞ്ഞതൊക്കെ ഇവിടെ കോട്ട് ചെയ്യാൻ പോലും ഞാൻ മടിക്കുന്നു. കാരണം ഞാൻ അവര് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും താഴ്ന്നു പോകും. പക്ഷെ രാവിലെ തന്നെ ഈ ഒരു തിരുവാ തുറന്ന് രണ്ടും കൂടി പറഞ്ഞു കൂട്ടിയ തോന്നിയാസങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ല. ആസ് എ വ്യൂവർ നല്ല രീതിയിൽ ചൊറിഞ്ഞു വന്ന കുറച്ച് മൊമെന്റുകളായിരുന്നു അതൊക്കെ. ജിൻഡോയ്ക്ക് നമുക്കൊരു എക്സെപ്ഷൻ കൊടുക്കാം, കാരണം ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ നടത്തുന്ന ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സിജോയെ പോലെ ഒരു പേഴ്സണാലിറ്റി ഇമാതിരി കൾച്ചർ ഇല്ലാത്ത സംസാരിച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെ വെറുത്തുപോയി. ഇതുവരെ സിജോ കളിച്ച എല്ലാ ഗെയിമും വൻ പൊളിയായിരുന്നു, ബ്രില്യന്റ് ആയിരുന്നു. പക്ഷെ ജിൻഡോയുടെ അടുത്ത് പോയി ചെന്ന് സിജോ പറഞ്ഞ ചില ഡയലോഗുകൾ, പ്രത്യേകിച്ച് ഈ ഒരു ഫീസസുമായിട്ട് ബന്ധപ്പെട്ട ഡയലോഗുകൾ വെറും അൺസിവിലൈസ്ഡ് വർത്താനങ്ങളായിരുന്നു. സിജോയിൽ നിന്നും ഞാൻ ഒട്ടും അങ്ങനെ ഒരു പരിപാടി പ്രതീക്ഷിച്ചില്ല. ജിൻഡോയും മോശമൊന്നുമല്ലായിരുന്നു. ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വന്ന് തിന്നട എന്ന് വരെ ജിൻഡോ പറഞ്ഞു. ലൈവ് കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം. രണ്ടുപേർക്കും ബിഗ് ബോസും ലാലേട്ടനും വാർണിംഗ് കൊടുക്കണം. കാരണം പ്രേക്ഷകരും നിലയും വിലയുള്ളവർ തന്നെയാണ്. ഇമാതിരി തീട്ട മാസ് കാണേണ്ട കാര്യമൊന്നും നമുക്കില്ല. എന്നോട് ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചാൽ അടിച്ചവന് ഊപ്പാട് വെക്കുമെന്നതിൽ ഒരു സംശയമില്ല. കമ്പ്യൂട്ടറിൽ കണ്ടിട്ട് തന്നെ എനിക്ക് വന്നൊരു തരിപ്പ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. എഫ് കൊണ്ടുള്ളതും മാ കൊണ്ടുള്ളതുമായ ഒരു പെരുമഴ വേണേലും ഞാൻ സഹിക്കും, അത് നമ്മൾ സഹിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത്രയും തരംതാണ് അതപ്പതിച്ച ഡയലോഗുകൾ ഞാൻ സഹിക്കില്ല. ഇമാതിരി ഡയലോഗുകൾ ഞാൻ കേട്ടിട്ടുമില്ല. വേറുള്ള ഓരോ ഓഡിയൻസിനും സഹിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.